ഈരിക്കാടന്മാരുടെ വില കളഞ്ഞല്ലോടാ. അവന്റെ കൈയും കാലെങ്കിലും വെട്ടാമായിരുന്നില്ലേ നിങ്ങൾക്ക്? ഒരുത്തനെ കൊലയ്ക്ക് കൊടുത്തിട്ട് അപ്പന് മതിയായില്ലേ? ഇനി ഞങ്ങളും കൂടി ചാവണോ? ചാവാനല്ലടാ പറയണത്, കൊന്നിട്ട് വരാനാ. കൊന്നിട്ട് എങ്ങോട്ട് വരാൻ? 20 കൊല്ലം വരുമ്പോഴേ ഉണ്ടത്. അതിനാടാ ഇവിടെ വക്കീലും കോടതിയൊക്കെ ഉള്ളത്. ജോസിന്റെ പേരിൽ എത്ര കേസുണ്ടായിരുന്നു? ഞാൻ കൊന്നിട്ടുണ്ടല്ലോ 2 എണ്ണത്തിനെ. 1 കൊല്ലം തികച്ചു കിടന്നിട്ടില്ല ഞാനും എന്റെ മോനും. അപ്പാ, നമുക്ക് ജോസേട്ടന്റെ ചോരയ്ക്ക് പകരം വീട്ടിയാ പോരെ? അതിന് വേറെ എത്ര വഴി കിടക്കണോ? പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്ക് പോയിട്ട് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. ഒന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ മതി. അപ്പാ, അവനെ നമ്മൾ തുണ്ടം തുണ്ടാക്കി നുറുക്കിയിരിക്കും. എടുത്തു ചാടിയ അപകട. നമ്മുടെ വലയെന്ന് അവൻ എങ്ങും പോവില്ലപ്പാ. അവൻ ചത്ത് കിടക്കണത് കാണണം എനിക്ക്. അപ്പന് കാണാം. ഞാൻ ചുമന്നുകൊണ്ട് പോയി കാണിക്കും. സണ്ണിച്ചനാ പറയണേ. അതുവരെ അപ്പൻ സമാധാനമായിട്ട് കിടക്ക്. ആന്റണിയേട്ടൻ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. ആന്റണിയേട്ടൻ ജയിലിലല്ലായിരുന്നുണ്ടല്ലോ, ഇപ്പൊ അവന്റെ ശവാടക്ക് നടന്നേനെ. ഒരു കാര്യം അപ്പനോട് ഞാൻ പറയാ, എന്റെ കയ്യിൽ ഒത്തു കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ തീർക്കും, അത് ഉറപ്പാ. സേതുമാധവന്റെ വീടല്ലേ? അതെ. ആളുണ്ടോ ഇവിടെ? എന്താ? ഞാനാ സേതുമാധവൻ. അറിയോ, എന്റെ പേര് ദിവാകരൻ. ഞാൻ ഈ റേഞ്ച് ചാരായം പിടിച്ചേക്കുന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കൂ. വേണ്ട, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാം. നമ്മളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ജയിലിൽ നിന്ന് വന്ന കാര്യം ഞാൻ മിനിഞ്ഞാന്നാ അറിഞ്ഞത്. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? അതോ, എന്നെ ഒന്ന് രക്ഷിക്കണം സേതുമാധവ. വാശിക്ക് വിളിച്ചതായി റേഞ്ച് അന്യായ കാശായി. ഇപ്പൊ വലിയ നഷ്ടത്തില. സകല മുക്കിലും മൂലയിലും ഉണ്ട് വാറ്റ്. എക്സൈസുകാർ വല്ലപ്പോഴും വന്നൊരു കറക്കം കറങ്ങി പോകുന്നതല്ലാതെ ഒരു കാര്യമില്ല. ഓരോ വരവിനും നമ്മുടെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യും. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? പറയട്ടെ. അപ്പൊ നമ്മൾ നേരിട്ട് ഇടപെട്ട് പിടിച്ചാലേ കാര്യമുള്ളൂ. അതിനൊരാള് വേണം. പേര് കേട്ടാ ഞെട്ടണം. നമ്മുടെ കീരിക്കാടൻ ജോസ് ഉണ്ടായിരുന്ന കാലത്ത് പല റേഞ്ചിലും പോയി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ചില കാശും കിട്ടിയിട്ടുണ്ട്. എന്റെ റേഞ്ച് സേതുമാധവൻ ഒന്ന് ക്ലീൻ ആക്കി തരണം. ഞാനോ? അതെ, എന്റെ റേഞ്ചിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങളാണെന്നറിഞ്ഞാ പിന്നെ എല്ലാവരും ഒന്ന് മടിക്കും. കോട പിടിച്ചാ ഇടിച്ചങ്ങ് തകർത്തേക്കണം. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഏറ്റു. കൈത്തേറ്റ് പറ്റി ഇനി ഒരുത്തൻ കാലിയായാലും പ്രശ്നമൊന്നുമില്ലെന്നേ. ഇതുപോലെ 5-8 കൊല്ലം ജയിലിൽ കിടക്കേണ്ടിയൊന്നും വരില്ല. നല്ല കാശും ഞാൻ തരും. എന്താ, എന്റെ കൂടെ നിൽക്കല്ലേ? ഇല്ല. സേതുമാധവ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മറ്റാര് തരണേക്കാൾ കൂടുതൽ കാശ് ഞാൻ തരും. നിനക്ക് ഇഷ്ടമുള്ള 1-2 ആളുകളെ കൂട്ടരും വിളിച്ചോ. സാറേ, കഷ്ടപ്പാടുകളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്നാലും കൂലിത്തല്ലിന് ഗുണ്ടായിട്ട് എന്നെ കിട്ടില്ല. അതിലും ഭേദം ഞാൻ തെണ്ടും. എന്താ ഇങ്ങനെ പറയണത്? കൂലിക്ക് എല്ലാം വിളിക്കല്ല, എന്റെ അമ്മയിൽ ജോലിക്കാ വിളിക്കണത്. ജോലി ഇതാണെന്ന് പറഞ്ഞു. ആ ജോലി എനിക്ക് വേണ്ട സാർ. നിങ്ങൾക്ക് ആളെ തെറ്റി. ഒരാളെ കൊല്ലേണ്ടി വന്ന് ജയിലിൽ പോയിട്ടുണ്ടെന്ന് വെച്ച് കീരിക്കാടൻ ജോസിന്റെ ലിസ്റ്റിൽ പെടുത്തരുത് തന്നെ. പിന്നെ ഇവനൊക്കെ ഏത് ലിസ്റ്റിലാണോ? വലിയ ചെക്കനായി നീ. ഇപ്പൊ കരിമീശ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടനെ പോത്തി 11 മണിക്ക് എത്തിയതാ. വീട്ടിലെത്തിയിട്ട് 1 ആഴ്ച കഴിഞ്ഞു. പരോളാണോ അല്ലെങ്കിൽ? അല്ല, ശിക്ഷ കഴിഞ്ഞു. ഇരിക്കും. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, അസുഖം ഭേദമുണ്ട്. മരുന്നൊക്കെ കഴിക്കണു. നീ വീട്ടിലോട്ടൊരു കത്തയച്ചിട്ട് 1 മാസമായെന്ന് പറഞ്ഞു. സമയം വേണ്ടേ? പിന്നെ ഇവിടെ എന്ത് വിശേഷമുള്ളത്? ആ, കാശ് വല്ലതും തന്നിട്ടുണ്ടോ?
കാശ് എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് കാശ്. ഇവിടെ ഞാൻ എങ്ങനെ കഴിയുന്നറിയോ? നല്ലൊരു പാന്റ് ഷർട്ടും ഇല്ല, കറക്റ്റ് സമയത്തിന് ഫീസ് കൊടുക്കാനില്ല. വീട്ടിലെ സ്ഥിതി നിനക്കറിഞ്ഞൂടെ? വീട്ടിലെ സ്ഥിതി ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? നാടകം ഉള്ളതിനനുസരിച്ച് ഫീസ് തരാമെന്ന് പറയാൻ പറ്റൂ? മനസ്സിലാക്കണമെന്നേ പറഞ്ഞുള്ളൂ. 1000 ഉണ്ടല്ലേ? ആ. എൻട്രൻസ് എഴുതി പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛനോട്, നമുക്കിത് വേണ്ട, ഞാൻ വല്ല വർക്ക്ഷോപ്പിലും പോവാം. അപ്പൊ അതാർക്കും സമ്മതമല്ല. ഇപ്പൊ കാശ് വെച്ച് എഴുതിയ 1500 ചേരും. ഞാനെന്ത് ചെയ്യും? മറ്റു പിള്ളേരെ പോലെ എനിക്കും കഴിയണ്ടേ? ഒക്കെ ശരിയാവും. ഇപ്പൊ ചേട്ടൻ ഇറങ്ങിയില്ലേ? നിന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിനക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ചേച്ചിയോട് നാടകം നിർത്താൻ പറയണം. ഇന്നാളിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില് ആർട്സ് ഓഫ് ഇനോഗ്രേഷന്റെ നോട്ടീസ് ഉണ്ടെന്നപ്പോ ചേച്ചിയുടെ പടം ഞാൻ ആകെ ഒരുങ്ങിപ്പോയി. അവള് നാടകക്കാരി ആയത് നിനക്ക് വേണ്ടിയാ? അതെ, എന്നാലും ആളുകൾ ഓരോന്നൊക്കെ പറയുമ്പോ എന്റെ തല കുനിഞ്ഞു പോവാ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വിശേഷമൊന്നുമില്ല. ചിലപ്പോ അച്ഛന്റെ സ്വഭാവം ഭയങ്കര റിട്ടേണിങ്ങാ. കള്ളുകൊണ്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. നീ ഇങ്ങനൊന്നും പറയരുത്. മോഹിച്ചതെല്ലാം തകർന്നു പോയ ഒരാളാണ് നമ്മുടെ അച്ഛൻ. നീ മാത്രമാണ് ഒരാശ്വാസം. എന്തെങ്കിലുമൊക്കെ പറയണത് ഉള്ളിലെ വിഷമം കൊണ്ടാ. അല്ല, എന്നോടൊന്നും പറയാറില്ലേ. ഏട്ടനിപ്പോ പോണുണ്ടോ? അല്ല, ഇവിടെ മെസ്സിൽ ഗസ്റ്റ് അലോടല്ല. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എങ്കിൽ ഏട്ടൻ വയ്ക്കോ. ആ, തുറക്കടാ. വാതിൽ അടച്ചിട്ട് എന്താണ് പരിപാടി? അപ്പോ അങ്ങനെ ആയിക്കോട്ടെ. രമേശിന്റെ ഏട്ടനാ? ആ, ഒരേട്ടൻ. കണ്ടാൽ അറിയാം നിന്റെ ഏട്ടനാണെന്ന്. നിന്റെ നല്ല ചായ ഉണ്ട്. ആ, ഏട്ടൻ എന്ന് പറഞ്ഞാ വകയൊരു ഏട്ടൻ, അത്രേ ഉള്ളൂ. വാ പോ. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എന്തെങ്കിലും ഒരു പണി കണ്ടെത്തണം. രമേശനോട് അവന്റെ പഠിപ്പിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിരിക്കുക. ആ, എന്നിട്ട് അത് മുഴുവൻ പറഞ്ഞില്ല. പിന്നെന്തു പറഞ്ഞു അവൻ? എല്ലാവരും ചോദിച്ചു. അവന് വലിയ സന്തോഷമായി ഞാൻ ചെന്നത്. കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി. ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു. എന്നെ ബസ്സിൽ കയറ്റി ഇരുത്തിട്ടാ പോയത്. വിശ്രമം വേണ്ട, ഏതു നേരവും സംസാരവും ഇരിപ്പും നടപ്പും. എനിക്കിപ്പൊ പണ്ടത്തെക്കാളും വളരെ ഭേദമുണ്ട്. ആ ആയിക്കോ, ഞാനൊന്നും പറയുന്നില്ല. എടീലേ, എന്തൊരു ഒരുക്കമാടി ഇത്. 5 മണിക്ക് എത്താന്ന് വാക്ക് പറഞ്ഞല്ലേ? നാടകം 9 മണിക്കാ. 7 മണിക്ക് അങ്ങ് എത്തിയാ മതി. അച്ഛൻ വെറുതെ വേണ്ടാത്ത ഒരു വാക്ക് പറയും. ആ, അച്ഛന്റെ വാക്കുകളൊക്കെ വേണ്ടാത്തതായിരുന്നു. ഞാൻ ഈ ജംഗ്ഷനിൽ കുഞ്ഞാപ്പൂന്റെ കടലുണ്ടാവും, നീ അങ്ങോട്ട് വന്നാ മതി. അങ്ങനെ ഇപ്പൊ വേണ്ട, ചാരയും കുടിക്കാനല്ലേ. എന്റെ ഒരുക്കൊക്കെ തീർന്ന് ഒരുമിച്ച് പോയാ മതി. എടുത്തേ. ഏട്ടൻ വരുന്നുണ്ടോ എന്റെ നാടകം കാണാൻ? ഇല്ല. ഇവിടെ അടുത്തല്ലേ, വേണമെങ്കിൽ പോയി കാണടാ. വേണ്ട, എനിക്കത് കാണണ്ട. ഏടത്തേക്ക് വരുമായിരുന്നു. ആ കുടുംബം അടച്ചു പോവാം. നീ വരണുണ്ടോ? പോട്ടെ അമ്മേ. എവിടുന്ന് കിട്ടിയ അമ്മേ ഇവക്ക് ഈ ധൈര്യം? ധൈര്യം ഉണ്ടാവും നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് തോന്നുമ്പോ, നേടാൻ ഒരുപാടുണ്ട് എന്ന് തോന്നുമ്പോ.